വമ്പൻ സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മോഡലിംഗിന്റെ മറവിലാണ് മലയാളി പെൺകുട്ടികളെ വിദേശ സെക്സ് റാക്കറ്റിന് കൈമാറിയത്. പിന്നീട് ഈ പെൺകുട്ടികൾ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് വിധേയരായത്. കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെ പോലീസ് പിടികൂടി. നിലവിൽ സിന്ധു ഉൾപ്പെടെ 3 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന സിന്ധുവിന് പുറമെ തിരുവനന്തപുരം സ്വദേശിനി അലീന എബ്രഹാം, പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഇനി 2 വനിതകളെ കൂടി പിടികൂടാനുണ്ട്. ഇവർ 2 പേരും ദുബായിലാണ്. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ദുബായിൽ ഫാഷൻ ഷോയുണ്ടെന്ന് യുവതികളെ തെറ്റിദ്ധരിപ്പിച്ചത് സിന്ധുവാണ്. യുവതികളെ ദുബായിൽ എത്തിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും വിസ ഉൾപ്പെടെ നൽകിയതും സിന്ധുവാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുംബൈയിൽ വെച്ചാണ് സിന്ധു പിടിയിലായത്. മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് സിന്ധുവിനെ പോലീസ് പിടികൂടിയത്. ഗുരുവായൂർ സ്വദേശിനിയാണ് 56-കാരിയായ സിന്ധു. ദുബായിലെത്തിയ യുവതികൾ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഇരയായത്. പുറം ലോകം കാണിക്കാതെ 1 മാസത്തോളം യുവതികളെ പൂട്ടിയിട്ടു. ലഹരി നൽകിയ ശേഷമാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇവരെ വിധേയരാക്കിയത്. രാജ്യാന്തര സെക്സ് റാക്കറ്റിന്റെ ക്രൂരതകൾ യുവതി വിവരിക്കുകയാണ്. ദുബായിലെത്തിയ ഉടൻ ഒരു ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ 8ഓളം പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. സിന്ധുവാണ് ഫോണും പാസ്പോർട്ടും വാങ്ങിവെച്ചത്. തുടർന്നൊരു ക്ലയന്റ് കാണാൻ വരുമെന്ന് പറയുന്നു. ഇതിനെ താൻ എതിർത്തപ്പോൾ തന്നെ മർദ്ദിച്ചു, ലഹരി വസ്തു കുടിപ്പിച്ചു, ബോധം നഷ്ടപ്പെട്ടപ്പോൾ കൂട്ടബലാത്സംഗം ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി. ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി വീണ്ടും പീഡിപ്പിച്ചു. പിന്നീട് വീട്ടിലേക്ക് ഇവർ നഗ്ന ചിത്രം അയച്ചു കൊടുത്തതായും യുവതി പറയുന്നു. ഫ്ളാറ്റിൽ കുടുങ്ങിയ യുവതി 1 മാസം നീണ്ട പീഡനത്തിനൊടുവിൽ ബന്ധുവിന്റെ സഹായത്തോടെയാണ് രക്ഷപ്പെട്ടത്. കേസിൽ കൂടുതൽ പരാതികൾ ലഭിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു.